ഈ പ്രമാണം ഈ വീടിൻ്റെതാണ്. ഇതാ നോക്കി. ആരാണാവോ പുതിയ അവകാശി? ആ, ഇതിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത്? വേഗം പറ. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. അത് സിസിലിക്കുള്ളതാണ്. എന്തോന്ന്? അത് സിസിലിക്കുള്ളതാണ്. മൂത്ത സഹോദരി ഞാനാ. തറവാട് എനിക്ക് അവകാശപ്പെട്ടതാ. അത് ഈ ജന്മം ഞാൻ ആർക്കും വിട്ടുതരില്ല. ഈ പ്രമാണം ഈ വീടിൻ്റെതാണ്. ഇതാ നോക്കി. അത് സിസിലിക്കുള്ളതാണ്. അതെ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. അപ്പൊ പിന്നെ അടുത്ത അവകാശം ഞാനല്ലേ? എങ്കിലൊന്ന് ആസനസ്ഥനായിട്ട് തന്നെ കാര്യം. അരുത്. അത് മാറ്റി വെച്ചേക്കൂ. നിങ്ങളുടെ പണം ഞാൻ തരും. എന്റെ 2 ലക്ഷം സാർ. അതും ഞാൻ തരും. അപ്പൊ എന്റെ 1 ലക്ഷം അതും ഞാൻ തരും. നിനക്ക് കിട്ടാനല്ല, കിട്ടിയാ കൊള്ളായിരുന്നു. നിനക്ക് ഞാൻ തരാം. ഇതൊക്കെ എപ്പോഴാ എഴുതേണ്ടെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. ഇതിൻ പ്രകാരമുള്ള എഴുത്തുകുത്തുകൾ നടക്കട്ടെ. The next day. മുയലാളി, മുയലാളി, ട്രിപ്പിൾ 5 ഈ നാട്ടിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ ഒപ്പിട്ട് തരാം. ശരി. എനിക്ക് കോടതിയിൽ 1-2 എമർജൻസി കേസുണ്ട്. ശരി, വക്കീൽ ചെന്നോളൂ, ഞാൻ വിളിച്ചോളാം. ഓ, നന്ദി മാത്രമല്ലേ? Come on, baby. Come to me.